السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് യൗമുൻ മതീർ എന്നുള്ള പാഠം മുഴുവനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ ഒന്നാമത്തെ അൻഷിത്തയും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വർക്ക് നോക്കാനുള്ളത്. ഓക്കെ, വർക്കുകളിൽ രണ്ടാമത്തത് നക്തശിഫുൽ അസ്ഇലത്തലി ഹാദിഹി തസ്രീഹാത്ത്. ഇവിടെ ഒരു 5 പ്രസ്താവനകളുണ്ട്, ഒരു 5 കലിമത്തുകൾ, 5 ജുംലകളുണ്ട്. ഈ ജുംലകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. അസ്ഇലത്ത നക്തശിഫു, നമ്മൾ പരിശോധിക്കുന്ന, നമ്മൾ കണ്ടെത്തുന്ന അൽ അസ്ഇലത്ത ചോദ്യങ്ങളല്ലേ ഹാദിഹി തസ്രീഹാത്ത്. ഇവിടെ പറഞ്ഞ ഈ 5 പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾക്ക് നമ്മൾ ചോദ്യങ്ങൾ കണ്ടെത്തുന്നു. ഒന്നാമത്തെ വാക്കെന്താണ്? ഇൻഖതഅൽ മത്റു ഫി സ്വബാഹി, രാവിലെ മഴ നിന്നു, മഴ സ്റ്റോപ്പായി. അപ്പോൾ ഇൻഖതഅൽ മത്റു, മഴ സ്റ്റോപ്പായി, ഫി സ്വബാഹി, രാവിലെ. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? എപ്പോഴാണ് മഴ നിന്നത്? എപ്പോഴാണ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, മത. അപ്പോൾ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കട്ടോ. എപ്പോഴാണ് മഴ നിന്നത് എന്നായിരിക്കും അതിൽ ചോദ്യം. അതിനിതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാക്കുക. എപ്പോഴാണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നുള്ളതൊക്കെ. ഒന്നുണ്ടാക്കുക. രണ്ടാമത്തത് അഖദ ബഅദുൽ ഉഖലാഇ അൽ മത്രിയാത്ത്, കുടകൾ അല്ലേ. ചില ബുദ്ധിയുള്ള ആളുകൾ കുട എടുത്തു, കുട കയ്യിൽ കരുതി എന്നർത്ഥം, കയ്യിൽ എടുത്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചോദ്യം ഉണ്ടാവുക? ആരാണ് കുട എടുത്തത് എന്നോ, അല്ലെങ്കിൽ ചില ബുദ്ധിമാന്മാർ എന്താണ് അവരുടെ കയ്യിലെടുത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ മത പറഞ്ഞാൽ എപ്പോൾ, മാ പറഞ്ഞാൽ എന്ത്. ഓക്കെ, പിന്നെ അടുത്തത് സ്വദീഖി മസ്ഊദ്, എൻ്റെ സുഹൃത്ത് മസ്ഊദാണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? ഇവിടെ എൻ്റെ സുഹൃത്ത്, അപ്പോൾ നിൻ്റെ സുഹൃത്ത് ആരാണ്? ആര് എന്നുള്ളത് മൻ സ്വദീഖുക് അല്ലേ, അങ്ങനെ ചോദ്യം മതി. ഓക്കെ, നാലാമത്തത് ലം യക്സുർ സായിറു അൽ ജുലൂസ ലിഖൗഫിൽ മതർ. സായിർ എന്നാൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളെ, സന്ദർശകൻ അധികരിപ്പിക്കുകയില്ല അൽ ജുലൂസ, ഇരുത്തത്തെ. എന്തിന്? ലിഖൗഫിൽ മതരി, മഴ ഭയന്നതിന് വേണ്ടി. മഴ പെയ്യുമോ എന്ന് ഭയന്നിട്ട് അവർ ഇരുത്തം അധികരിപ്പിക്കുന്നവരല്ല. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. എന്താണ്, എന്തുകൊണ്ടാണ് അവർ ഇരുത്തം അധികരിപ്പിക്കാത്തത്? എന്തുകൊണ്ട് എന്നുള്ളത് എന്താ? ലിമാദ, എന്തുകൊണ്ടാണ്. അപ്പോൾ ലിമാദ യക്സുറു സായിറു അൽ ജുലൂസ്. ഓക്കെ, അങ്ങനെ ചോദ്യങ്ങളാണ് അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അഞ്ചാമത്തെ തഹദ്ദമത് ബുയൂത്തുൻ വ അബ്നിയത്തുൻ കസീറ ഫിൽ മതറിൽ ഗസീർ. തുടർന്ന് മുറിയാതെ പെയ്ത മഴയിൽ ഒരുപാട് വീടുകളും കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്നാണ്. ഇതിൽ തഹദ്ദമത് ബുയൂത്തുൻ വ അബ്നിയത്തുൻ കസീറത്തുൻ ഫിൽ മതറിൽ ഗസീർ, ഇതെങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക? എപ്പോഴാണ് വീടുകൾ തകർന്നത്, അല്ലെങ്കിൽ തുടർച്ചയായി പെയ്ത മഴയിൽ എന്തൊക്കെയാണ് തകർന്നത്? മത എന്നാണ് എപ്പോൾ, ഇനി എന്തൊക്കെയാണെന്ന് മാ അല്ലേ. മാ അതാ, എന്താണ്, എന്തൊക്കെ വസ്തുക്കളാണ് അല്ലേ. അങ്ങനെ പറ്റും. മാതാ തഹദ്ദമത്ത് ഫിൽ മതറിൽ ഗസീർ, അധികരിച്ച മഴയിൽ എന്തൊക്കെ തകർന്നു. അതല്ലെങ്കിൽ മതാ തഹദ്ദമത്ത് ബുയൂത്തും വ അബ്നിയത്തുൻ കസീറ, അങ്ങനെയും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ഈ 5 നിന്നും ഒരു ചോദ്യങ്ങൾ ഉണ്ടാക്കട്ടോ. പിന്നെ അടുത്ത വർക്ക് നക്തശിഫുൽ മുഫ്രദിനെ നമ്മൾ കണ്ടെത്തുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച അധിക പദങ്ങളും നമ്മൾ പഠിച്ചത് തന്നെ കേട്ടോ. തുറുക്ക് എന്നുള്ളത് ജമ്മാണ്, അതിൻ്റെ മുഫ്രദ് എന്താണ്? ത്വരീഖുൻ ജമ്മ് തുറുക്ക്. അതുപോലെ തന്നെ ഷവാരി പറഞ്ഞ റോഡുകൾ, അതിൻ്റെ മുഫ്രദ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് മുഫ്രദ്? ഷാരി അല്ലേ, ഷാരിഉൻ ജമ്മ് ഷവാരി. പിന്നെ സിയാബുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ. അപ്പോൾ സൗബുൻ ജമ്മ് സിയാബ്. നെക്സ്റ്റ് മുത്മഇന്നൂൻ ഫായിലൂൻ എന്നാണ്, മുഫ്തഇലൂൻ എന്നൊക്കെ. ഓക്കെ, അവിടെ അതിൻ്റെ മുഫ്രദ് എന്തായിരിക്കും? മുത്മഇന്നുൻ. ഓക്കെ, ഇത്മഅന്ന എന്നുള്ളത് മുത്മഇന്നുൻ, ഇത്മിനാനൻ ഫഹുവ മുത്മഇന്നുൻ. അത് സർഫാക്കുമ്പോൾ മുത്മഇന്നും മുത്മഇന്നാനി മുത്മഇന്നൂന. ഓക്കെ, പിന്നെ അടുത്തത് മുത്മഇന്ന് എന്ന് പറഞ്ഞാൽ നല്ല ശാന്തരായ ആളുകൾ, നല്ല അടങ്ങിയ ആളുകൾ എന്നൊക്കെ അർത്ഥത്തിന് കേട്ടോ. പിന്നെ മതരിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുടകൾ. അപ്പം അതിൻ്റെ
മതരിയത്തുൻ ജമ്മ് മതരിയാത്ത് കേട്ടോ. മതരിയത്തുൻ എന്ന് എഴുതുമ്പോൾ ഹാത്താണ്, ജമ്മ് എഴുതുമ്പോൾ ബാത്ത, ഇങ്ങനത്തെ തായിരിക്കും. ഓക്കെ. പിന്നെ സമാവാത്ത്, സമാ ഉൻ ജമ്മ് സമാവാത്ത്, സബ്അ സമാവാത്തിൻ തിബാഖ എന്ന് പറയല്ലേ, 7 ആകാശങ്ങൾ, അതാണ് സമാവാത്ത്. സമാവിൻ്റെ ജമ്മാണ് സമാവാത്ത് കേട്ടോ. സമാ ഉൻ ജമ്മ് സമാവാത്ത്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് നക്തശിഫുൽ അൽദാദ് ലിഹാദിഹിൽ അൽഫാദ്, ഇതിൻ്റെ വിപരീത പദങ്ങൾ, ലിദ്ദുകൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് പദങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ കുറച്ച് പദങ്ങളുണ്ട്, ഇതിൻ്റെ ലിദ്ദുകൾ നമ്മൾ കണ്ടെത്തട്ടോ. ഒന്നാമത്തത് ഇൻഖത. ഇൻഖത പറഞ്ഞാൽ എന്താ? മുറിഞ്ഞു അല്ലേ, ബന്ധം മുറിഞ്ഞു, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ചേർത്തു, മുറിഞ്ഞു ചേർത്തു എന്നല്ലേ. അപ്പോൾ നമുക്കറിയാം എന്ത്? വസല പറഞ്ഞാൽ ചേരുക. അപ്പോൾ ഇത്തസല ചേരുക, ഇൻഖത മുറിയുക, ഇത്തസല ചേരുക. അടുത്തത് മുത്മഇന്നുൻ, ശാന്തൻ അല്ലേ, നല്ല അടങ്ങി നിൽക്കുന്ന ആൾ, നല്ല സമാധാനമുള്ളവൻ എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നല്ല ഭയമുള്ളവൻ എന്നല്ലേ. അപ്പോൾ ഖായിഫുൻ അല്ലെങ്കിൽ ജസിഉൻ എന്നൊക്കെ പറയാം. ഓക്കെ. അടുത്ത ഉഖല, ബുദ്ധിയുള്ള ആളുകൾ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പൊട്ടന്മാർ, അത് നിങ്ങൾക്കറിയില്ല, ജുഹല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നഷറ. നഷറ എന്ന് പറഞ്ഞാൽ എന്താ? പരത്തി അല്ലെങ്കിൽ വിടർത്തി അല്ലെങ്കിൽ പരന്നു എന്നൊക്കെയാണ്. അപ്പോൾ അത് പരത്തി, അതിനെ പരത്തി എന്ന അർത്ഥത്തിനേക്കാണെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ് വരിക എന്താണ്? അടക്കി വെച്ചു, ഒതുക്കി വെച്ചു, മടക്കി വെച്ചു എന്നൊക്കെ. അതിനെ ലവ എന്ന് പറയും. ലവ, വാ. നിങ്ങൾ ലഫീഫ് മക്രൂനും ലഫീഫ് മഫ്രൂഖൊക്കെ പഠിച്ചുമ്പോൾ പാട് പഠിക്കും ലവ, ലവ എന്നുള്ള ഫീൽ കേട്ടോ. ലവ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തൊവ. തൊവ പറഞ്ഞാലൊക്കെ അടക്കി വെച്ചു അല്ലേ. തൊവത്തിൽ ബിന്തു, അങ്ങനെ ഉണ്ടെന്നെ നമ്മൾ നഹ്യിൽ ഉദാഹരണം. അതുപോലെ തന്നെ ലവ അടക്കി വെക്കുക, മടക്കി വെക്കുക എന്നൊക്കെ അർത്ഥം. ഇനി നഷറ എന്നുള്ളതിന് വ്യാപിക്കുക, പ്രസിദ്ധമാവുക എന്നൊക്കെ, പരസ്യമാവുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അഖ്ഫ, രഹസ്യമാക്കുക എന്നായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇബ്തല്ല. ഇബ്തല്ല പറഞ്ഞാൽ നനയുക. നനയുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉണങ്ങുക അല്ലേ, വറ്റുക എന്നൊക്കെ അർത്ഥമല്ലേ. അപ്പോൾ ജഫ എന്ന് പറയാം. ജഫ, ജഫ പറഞ്ഞാൽ വറ്റി വരണ്ട് പോവുക. അതുപോലെ തന്നെ യബിസ എന്ന് പറയും. യബിസ, യബിസു, യബിസ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്ത വർക്ക് നുഅരിബിൽ ജുംല താലിയ. താഴെ കുറച്ച് ഒരു 5 മലയാളത്തിലുള്ള ജുംലകളുണ്ട്. ആ ജുംലകളെ നമ്മൾ അറബിവൽക്കരിക്കണം, അഥവാ അറബിയിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. വഹാദിഹിൽ കലിമാത്ത് തുസഇദുന. ഇവിടെ കുറച്ച് പദങ്ങൾ, ആ പദങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്, നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏതൊക്കെയാണ് പദങ്ങൾ? ഹാറുൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ള, ഖദീർ എന്ന് പറഞ്ഞാൽ കായൽ, കായലിനാണ് ഖദീർ എന്ന് പറയും കേട്ടോ. മുല്ലിമുൻ, മുല്ലിമുൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ കുറച്ച് 5 മലയാളത്തിലെ സെൻറ്റൻസുകളുണ്ട്. ഈ ജുംലകൾ എന്ത് ചെയ്യണം? അറബിയിലേക്ക് മാറ്റി എഴുതണം. ഒന്നാമത്തത് അത് ഒരു മഴയുള്ള ദിവസമായിരുന്നു. അത് ഒരു മഴയുള്ള ദിവസമായിരുന്നു. ഓക്കെ. അതൊക്കെ നമ്മൾ പാഠത്തിൽ അതിന് തുല്യമായ സെൻറ്റൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് അത് ഒരു മഴയുള്ള ദിവസം. മഴയുള്ള ദിവസം തന്നെ യോമുൽ മതീർ എന്നാണ്. അത് എന്നുള്ളത് എന്താ? ഹാദ അല്ലെങ്കിൽ ഹാദ. ഓക്കെ. മഴ ശക്തമായി പെയ്തു. മഴ ശക്തമായി പെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. വസീർ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ എന്നാണ്. അപ്പം മഴ ശക്തമായി പെയ്തു എന്നുള്ളത് എന്താ? ശക്തമാവുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മഴ പെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇരു എന്നല്ല കേട്ടോ, ഇരുണ്ട എന്നുണ്ട് കേട്ടോ. അവിടെ ഇരുണ്ട എന്നുള്ളത് കളഞ്ഞു പോയതാണ്. ഇരുണ്ട രാത്രി എനിക്ക് പേടിയാണ്, നല്ല ഇരുട്ടുള്ള രാത്രി എനിക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് പേടിയാണെന്നാണ് ആദ്യം എഴുതേണ്ടത്. എന്താണ്? എനിക്ക് പേടിയാണ്, ഞാൻ പേടിക്കുന്നു. എങ്ങനെ എഴുതാം? ലീ ഖൗഫുൻ, എനിക്ക് ഭയമുണ്ട്. എന്തിനെ? അല്ലൈലൽ മുദ്ലിമ അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്താ? ഇരുണ്ട രാത്രി എനിക്ക് പേടി. അല്ലൈലുൽ മുദ്ലിമു എന്നെ യുഹാഫുനി ഖാഫനി, എന്നെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു ഫീലും വായിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇത് വളരെ ഏറ്റവും ലോ ആയ നിലയിലാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പാടില്ല, എന്നാലും നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞായറാഴ്ച ചൂടുള്ള പകലായിരുന്നു. ചൂട് ഹാറുൻ, പകലിനെ അറിയില്ല യൗം. നഹാർ, നഹാർ എന്ന് പറഞ്ഞാലാണ് എന്ത്? പകൽ. അപ്പോൾ ചൂടുള്ള പകൽ ആയിരുന്നു ഞായറാഴ്ച. ഞായറാഴ്ച എന്താ നിങ്ങൾക്കറിയാലോ? യോമുൽ അഹദ്, യോമുൽ ഇത്നൈൻ എന്നുള്ള അക്രമമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസത്തിനും എന്താണ് പറയുക
യൗമുൽ സബ്ത്, യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈൻ, യൗമുൽ സുലസ, യൗമുൽ ഖമീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഓരോ ദിവസത്തിൻ്റെ പേര്. അപ്പോൾ ഞായറാഴ്ച ചൂടുള്ള പകലായിരുന്നു. ഓക്കെ. തണുത്തൊരു പ്രഭാതത്തിൽ ഞാൻ കായലിലേക്ക് നടന്നു. ഞാൻ നടന്നു എന്നാണ് ഫെയില്. എവിടേക്ക്? പിന്നെ എവിടേക്കാണ് നടന്നത്? കായലിലേക്ക്. കായൽ ഒതീർ അല്ലേ. എപ്പോഴാണ്? തണുത്ത ഒരു പ്രഭാതത്തിൽ. അപ്പോൾ ഫി സ്വബാഹിൽ ബാരിദ് അല്ലേ, നല്ല തണുത്ത പ്രഭാതത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങളൊന്ന് അറബി വൽക്കരിക്കട്ടോ ഈ 5 സെൻറ്റൻസുകളെ. ഓക്കെ. അസ്സലാമു അലൈക്കും.